പഞ്ചാബ് പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 51ആയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രളയബാധിത മേഖലകളിൽ സന്ദർശിക്കും. വിനിത വി ജി വിവരങ്ങളുമായി ചേരുകയാണ്. വിനിത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ മഴക്കെടുതിയാണ് ആ സംസ്ഥാനങ്ങൾ നേരിടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രളയക്കെടുതി നേരിടുന്നത് പഞ്ചാബും അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശുമാണ്. ഇപ്പോൾ പഞ്ചാബിലെ ഈ മഴക്കെടുതിയിൽ ഇതുവരെ ഉണ്ടായ മരണസംഖ്യ ഉയരുന്നതായിട്ടാണ് കണക്കുകൾ. ഞായറാഴ്ചയോടെ വന്ന കണക്കുകൾ അനുസരിച്ച് 46 പേരായിരുന്നു സംസ്ഥാനത്തിലെ വിവിധ മഴക്കെടുതികളിൽ മരിച്ചിരുന്നത്. ഇപ്പോൾ അത് 51ലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇരു സംസ്ഥാനങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും അദ്ദേഹം ഹിമാചൽ പ്രദേശിലെത്തുക. ഹിമാചലിലെ കാംഗ്രയിലെ ധർമ്മശാലയിലായിരിക്കും അദ്ദേഹം സന്ദർശനം നടത്തുക. അവിടെ ഈ പ്രളയക്കെടുതി ബാധിച്ച മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തും. ഒപ്പം തന്നെ അവിടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുമായി അദ്ദേഹം നേരിട്ട് സംവദിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരമുള്ള ചാർട്ടുകളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇരു സംസ്ഥാനങ്ങളിലുമായി അദ്ദേഹം പ്രത്യേക അവലോകന യോഗം നടത്തും. ഈ സംസ്ഥാനങ്ങൾക്കുണ്ടായ നാശനഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ സന്ദർശനം നടത്തുക. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി അദ്ദേഹം പഞ്ചാബിലേക്ക് എത്തും. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അടുത്തിടെ ഉണ്ടായതിൽ ഏറ്റവും വലിയ പ്രളയക്കെടുതിയാണ് സംസ്ഥാനം നേരിടുന്നത്. ഏതാണ്ട് 1,84,000-ഓളം ഹെക്ടർ വിളനാശം പഞ്ചാബിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ തന്നെ തകർന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ഈ മേഖലയിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുകയും അവിടെയും പ്രത്യേക അവലോകന യോഗം ചേരുകയും ചെയ്യും. ഇതിനോടകം തന്നെ പഞ്ചാബിന് പ്രത്യേക ദുരിതാശ്വാസ പാക്കേജ് അനുവദിക്കണമെന്നൊരു ആവശ്യം ഇന്നലെയും ആം ആദ്മി മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ആം ആദ്മി മന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ ആവശ്യം പറയുകയുണ്ടായി. ഏതാണ്ട് 20,000 കോടിയുടെ നാശനഷ്ടം ഈ പ്രളയക്കെടുതിയിൽ പഞ്ചാബ് നേരിടുന്നുവെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം കേന്ദ്ര ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇരു സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കും. പിന്നാലെ തന്നെ ദുരിതാശ്വാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്നും സൂചനയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.